വ്യക്തിപരമായ ഏറെ അടുപ്പം അച്ഛനുമായിട്ട് കാത്തു സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. വ്യത്യസ്ത രാഷ്ട്രീയ ചേരിയിൽ നിൽക്കുമ്പോഴും അവർ തമ്മിലുള്ള ഒരു വ്യക്തിബന്ധം കൃത്യമായി തന്നെ നിലനിർത്തി പോകുകയുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചുള്ളൊരു വ്യക്തിപരമായിട്ടുള്ള ഓർമ്മ എന്നുള്ളത് വ്യക്തിപരമായിട്ടുള്ളൊരു വലിയ ഒരു പ്രശ്നം എന്നിൽ വന്ന് നിന്ന സമയത്ത് അതിനുശേഷം ഇതിലൊന്നും തളർന്നു പോകരുത് എന്നൊക്കെ പറഞ്ഞ് കൂടെ നിന്നിരുന്ന ചുരുക്കം ചില നേതാക്കൾ, വ്യത്യസ്ത രാഷ്ട്രീയയിൽപ്പെട്ട നേതാക്കളിൽ ഒരാൾ കൂടിയാണ് ഇബ്രാഹിം കുഞ്ഞ്. പിന്നെ മിക്കവാറും ഞങ്ങളൊക്കെ MLA ക്വാർട്ടേഴ്സിലൊക്കെ അന്തേവാസികളായിട്ട് ഇപ്പോൾ ഹൈബിയൊക്കെ തന്നെ ഞങ്ങൾക്ക് ചെറുപ്പകാലത്തിലൊക്കെ ഒരുമിച്ച് ഉണ്ടായിരുന്ന ആളുകളാണ് അവിടുത്തെ ഹൈബി ക്വാർട്ടേഴ്സിൽ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു സൗഹാർദ്ദ അന്തരീക്ഷം എല്ലാവരും തമ്മിൽ രൂപപ്പെടും. അപ്പോൾ അതൊക്കെ തന്നെ ഒരു മാതൃകയാക്കാവുന്ന, പുതിയ കാലഘട്ടത്തിൽ മാതൃകയാക്കാവുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകർ. പിന്നെ ഇപ്പം ഹൈബിയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളും ഒരു ആവശ്യം പറഞ്ഞു വന്നാൽ അതിനെ കൂടെ നിൽക്കുക എന്നുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തന രീതിയാണ് ഇബ്രാഹിം കുഞ്ഞിക്ക് തുടർന്നിരുന്നത്. അത് പാർട്ടിക്ക് മുതൽക്കൂട്ടാവുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള സേവനങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുവഴി മുസ്ലിം ലീഗിനുള്ള വലിയ വളർച്ച അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ കൂടി കഴിഞ്ഞിട്ടുണ്ട്. മുസ്ലിം ലീഗിന് മാത്രമല്ല മറ്റ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഒക്കെ തന്നെ ഒരു നഷ്ടം കൂടിയാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ജീവിതം അവസാനിക്കുന്നത്.